ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഒരു വ്ളോഗാട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എയർപോർട്ടിൽ പോവാണ്. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു നോക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറാൻ നിൽക്കുകയാണ്. എന്ന് പോകുന്ന വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 11 മണിക്ക് ലാൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞ്. ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന തന്നെ 10:45 കേട്ടോ. അടുത്തേക്കപ്പോൾ ഒരു കഥ തന്നെ ആയിരുന്നു. കുറച്ച് ഞങ്ങൾ എവിടെ പോവുകയാണെങ്കിൽ തരാം, എത്ര നേരത്തെ നോക്കിയാലും ആ ടൈം കഴിയും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. മക്കത്ത് പൂത്തൊരു ഇപ്പോൾ നമ്മൾ എയർപോർട്ട് എത്തിക്കുന്നത്. ഇപ്പോൾ കാർ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയില്ല. അപ്പം നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോവാണ് ഉള്ളിലേക്ക്. അപ്പോൾ ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് പോവാണ്. കോമഡി അതൊന്നല്ല, ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി നിന്നിട്ടോ. പക്ഷെ ആരും വരുന്ന കാണില്ല, എല്ലാവരും പോയിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവളോട് പറയും ലാസ്റ്റ് വണ്ടി വയ്ക്കുന്നാൽ കുറച്ചുകൂടി നിന്ന് നോക്കാറ്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഞങ്ങൾ ബാക്കിൽ വന്നിട്ട് ആൾ ഞങ്ങളങ്ങോട്ട് വിളിക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങളാകെ ഷോക്കായിപ്പോയി. അപ്പോൾ എന്താ സംഭവിച്ചാൽ 11:30 ഇറങ്ങി ഒരു 10 മിനിറ്റോളം ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്ത് കിട്ടും. ഞങ്ങളാണ് കുറച്ച് ലേറ്റായി. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ഷോക്കായി, മക്കൾക്കൊക്കെ തന്നെ. പിന്നെ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ പിന്നെ അനിയന് വണ്ടി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഓനെ കാത്തിക്കുകയാണ്. അപ്പോൾ ലഗേജ് കാര്യമൊക്കെ അതിൽ കയറ്റണം. അപ്പോൾ ഞങ്ങൾ അനിയനും ഓലൊക്കെ പിന്നെ വണ്ടിയിലേക്ക് ലഗേജ് കയറ്റാൻ നോക്കുകയാണ്. അപ്പോൾ ഡിക്കിയിൽ ഇങ്ങോട്ട് സ്പേസ് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ബാക്കത്തെ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ടാക്കി വെച്ചിട്ട് ലഗേജൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് അങ്ങനെ ഒക്കെ റെഡിയാക്കി ഞങ്ങൾ പോവാണ്. ഇപ്പോൾ സമയം 12 മണിയൊക്കെ കേട്ടോ. അപ്പോൾ ലഞ്ചിൻ്റെ ടൈമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഓന് പച്ച ഡേറ്റ്സ് ഇല്ലേ, പച്ചക്കാരക്ക, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അനിയനൊക്കെ. അപ്പോൾ അതിങ്ങനെ കാറിനകത്ത് ഞങ്ങളിങ്ങനെ തിന്നാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ ഹോട്ടലിൽ കയറിയിരിക്കും കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും കൈയൊക്കെ വാഷ് ചെയ്യാൻ പോയിക്കാന്ന്. അപ്പോൾ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി അവിടുന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാന്ന്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കൊന്നും ശരിയായില്ല കേട്ടോ. ഫുഡൊന്നും ഞങ്ങൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ മന്തി ഉണ്ടെന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്കൊക്കെ മന്തിനോടാണ് വലിയ താല്പര്യമുള്ളൂ. അപ്പോൾ മക്കൾക്കായാലും അതാ ഇഷ്ടം. അപ്പോൾ മന്തി ഇല്ലാറുണ്ട്. പിന്നെ അങ്ങനെ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണി, പിന്നെ ഉമ്മക്ക് പൊറോട്ട ബീഫും, പിന്നെ മക്കൾക്ക് ന്യൂഡിൽസ് ഉണ്ടെന്ന് കേട്ടപ്പോൾ പിന്നെ അത് മതി എന്നുള്ള ഇതായിരുന്നു. അപ്പോൾ ഇനോൾക്ക് 2 ബൗളെടുത്ത് 3 ആളല്ലല്ലോ, എന്തായാലും അത് തിന്നില്ല. പക്ഷെ ഓൾക്ക് തിന്നാൻ വലിയ രീതിയിലൊക്കെ കണ്ടപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടായിന്. പക്ഷെ തുടങ്ങിയപ്പോൾ ഒരു 2-3 സ്പൂണ് കഴിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കോലും പറഞ്ഞത് വേണ്ടാന്ന്. കാരണം ഓൾക്ക് ടേസ്റ്റ് തോന്നാതിക്കൊണ്ടായിരിക്കും.
മീൻസ് നമ്മളിതാ വീട്ടിലെത്തി. പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ എല്ലാവരും ഒക്കെ ഒന്ന് ഫ്രഷായി, ഞാൻ ചെറിയൊരു ഉറങ്ങി നീച്ച്. അങ്ങനെ പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പെട്ടി തുറക്കുകയാണ്. ഇതൊരെല്ലാവർക്കും ഒരു ചടങ്ങായിട്ട് തന്നെ നടക്കുന്നതായിരിക്കല്ലേ. ഗൾഫിൽ നിന്ന് ആര് വന്നാലും ഇതൊരു ചടങ്ങ് തന്നെയാണ്, പെട്ടി പൊട്ടിക്കൽ. അപ്പം മക്കൾക്കൊക്കെ അങ്ങനെ ഓല് വന്ന പാടെ തന്നെ അത് പൊട്ടിക്കണം എന്നുള്ളൊരു ഒച്ചപ്പാട്. ഇനി പിന്നെ അങ്ങനെ കാക്കേതായാലും പറഞ്ഞാൽ നമുക്ക് പൊട്ടിച്ചാളാറിന് ഓൽക്കൊരു രസമാണല്ലോ അങ്ങനെ പൊട്ടിച്ചിങ്ങാണ്ട് സാധനങ്ങൾ എടുത്ത് വെക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പം ടോയും പിന്നെ കുറേ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ പെട്ടിയിൽ. അങ്ങനെ ഓരോരുത്തർ സാധനങ്ങളും കിട്ടിയപ്പോൾ ഓൾക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ അത് മുസല്ല കേട്ടോ. ഇത് ഭയങ്കര രസമുള്ള മുസല്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തേനു. എനിക്കിപ്പോൾ 2ാമത്തെ പെട്ടി പൊട്ടിക്കലാണ്. അതിൽ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഓൾക്ക് രസമാണ് ഒക്കെ പൊട്ടിക്കുമ്പോൾ. അപ്പോൾ മോൾക്ക് ഇതാ പാക്കുട്ടിയും ബാഗും എന്തൊക്കെ കിട്ടിയിരിക്കുന്നുണ്ട്. അവൾക്ക് കൊണ്ടിങ്ങനെ നടക്കുകയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബാഗൊക്കെ ഇട്ട്. ഇങ്ങനെ എപ്പോഴും പറയും എന്നോട്, ഞാൻ നഴ്സറിയിൽ പോവാണ് സ്കൂളിൽ പോവാണ് ബാഗൊക്കെ ഇട്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ ബാഗ് മതി അവൾ പറഞ്ഞേനി. അങ്ങനെ പിന്നെ ആൾക്ക് കഴിഞ്ഞ് പിന്നെ അതാ അവന് കൊണ്ടുവന്നതിനൊരു കളർ ബുക്ക് 3 ആൾക്ക് 3 എണ്ണം. അപ്പം മുത്ത് ഇതാ അവിടുന്ന് ബെൻട്ടന് കളർ കൊടുക്കുന്നു. മോള് അവിടുന്ന് പിന്നെ എന്താ മുടുക്കുടിക്കൊക്കെ അല്ലേ അതൊക്കെ എടുത്ത് ഇങ്ങനെ ഇടുകയാണ്. നോക്ക് അതിനോടാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതൊക്കെയുള്ള നമ്മളെ വീഡിയോയിലെ കുഞ്ഞു വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും. അതുവരേക്കും ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.